എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴും ഈശോയ്ക്ക്. എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴും ഈശോയ്ക്ക്. അൾത്താരയിൽ വരും തിരുനാഥനെ അപ്പമായി തീരുന്ന ഗുരുനാഥനെ. അൾത്താരയിൽ വരും തിരുനാഥനെ അപ്പമായി തീരുന്ന ഗുരുനാഥനെ. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്നു പാടും ആരാധന 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 ആരാധന. എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴും ഈശോയ്ക്ക്. എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴും ഈശോയ്ക്ക്. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവനാക്കുന്നു. അവിടുത്തെ ആ വലിയ ആശ്വാസം എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. പൂർണ്ണമായും കണ്ണുകളടയ്ക്കുക. അനീതിയുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ സ്വാഭാവികമായും ആകുല ചിന്തകൾ നമ്മിൽ വരും. എന്നാൽ അവ നമ്മെ കീഴടക്കുവാൻ അനുവദിക്കേണ്ട കാര്യമില്ല. പരീക്ഷയിലും പ്രയാസങ്ങളിലും നമുക്ക് സന്തോഷം വേണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈശോ ഞങ്ങളായിരിക്കുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം കാഴ്ചവെക്കുകയാണ്. ഹൃദയത്തിൻ്റെ ഭാരം, ഈശോ ആകുലതകൾ, വേദനകൾ നിറഞ്ഞ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് നൽകിക്കൊണ്ട് തമ്പുരാനെ ആ മക്കളെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നൽകിയ എല്ലാ അനുഗ്രഹദാനങ്ങളെയും ഓർത്ത് ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. നീ തരിക കൃപമാരി പോലെ നിന്നാത്മാവിനാ നിറയാ. നീ തരിക കൃപമാരി പോലെ നീ തരിക കൃപമാരി പോലെ നിന്നാത്മാവിനാൽ നിറയാ. നീ തരിക കൃപമാരി പോലെ. നിയമാവർത്തനം 28-ാം അധ്യായം 10-ാം തിരുവചനം. കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. കർത്താവിൻ്റെ നാമം വഹിക്കുന്നവർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ദിനവൃത്താന്തം 7-ാം അധ്യായം 14-ാം തിരുവചനം. എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ പ്രദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. ഈശോയെ, എല്ലാ കുടുംബങ്ങളെ സമർപ്പിക്കുന്ന ഈശോയെ, മരുഭൂമി പോലെ കഴിയുന്ന കുടുംബങ്ങളെ പൂർണ്ണമായും തമ്പുരാനിലേക്ക് കാഴ്ചവെക്കുന്നു. പാപത്തെ വെറുതുപേക്ഷിച്ചുകൊണ്ട് സത്യത്തെ, സത്യമാർഗത്തെ പിന്തുടരുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചുരിഞ്ഞ് എല്ലാ അനുഗ്രഹദാനങ്ങളെയും ഓർത്ത് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും
അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. വാവ യേശുനാഥ, വാവ സ്നേഹനാഥ, ആയൻ ഹൃദയം തേടിടും സ്നേഹമേ നീ. വാവ യേശുനാഥ, വാവ യേശുനാഥ, വാവ സ്നേഹനാഥ, ആയൻ ഹൃദയം തേടിടും സ്നേഹമേ നീ. വാവ യേശുനാഥ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 38 അധ്യായം 20 മുതലുള്ള തിരുവചനങ്ങൾ. നന്മയ്ക്ക് പ്രതിഫലമായി അവർ എന്നോട് തിന്മ ചെയ്യുന്നു. ഞാൻ നന്മ ചെയ്യുന്നത് കൊണ്ടാണ് അവർ എൻ്റെ വിരോധികളായത്. കർത്താവേ, എന്നെ കൈവിടരുത്. എൻ്റെ ദൈവമേ, എന്നിൽ നിന്ന് അകന്നിരിക്കരുത്. എൻ്റെ രക്ഷകനായ കർത്താവേ, എന്നെ സഹായിക്കാൻ വേഗം വരണം. ഈ വിധത്തിലുള്ള പ്രാർത്ഥന അനുതാപമുള്ള ഹൃദയത്തിൽ നിന്നും ഉയരുന്ന പ്രാർത്ഥന ദൈവത്തിൻ്റെ കാതുകളിൽ സംഗീതമാണ്. പ്രിയപ്പെട്ടവരെ, ആടുകൾ ചെളി നിറഞ്ഞ സ്ഥലങ്ങളിൽ നിൽക്കുകയും പന്നികളെപ്പോലെ ചെളിയിൽ കിടന്നുരുളുകയും ചെയ്യുകയില്ല. ദാവീദ് അവൻ പാപത്തിൽ തുടർന്ന് ജീവിക്കുന്നതിനെ വെറുക്കുന്നു. അതിനെ പരിപൂർണമായി ഉപേക്ഷിക്കുവാൻ അവൻ തീരുമാനിക്കുന്നു. ആകയാൽ യൂദിത്ത് 5 അധ്യായം 17 തിരുവചനം, തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധിയുണ്ടായി. പാപത്തെ വെറുക്കുന്ന ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ ഇന്നും ജീവിക്കുന്നു. ആരെല്ലാം പാപത്തെ വെറുത്തുപേക്ഷിച്ചുകൊണ്ട് ആ തമ്പുരാനെ സ്വീകരിക്കുന്നുവോ, അവിടെ നിന്നേക്കും അവരോട് കൂടെ ഉണ്ടായിരിക്കും. അവിടെ നൽകിയ എല്ലാ അനുഗ്രഹദാനങ്ങളെയും ഓർത്ത് ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 38 അധ്യായം 18 തിരുവചനം. ഞാൻ എൻ്റെ അകൃത്യങ്ങൾ ഏറ്റുപറയുന്നു, എൻ്റെ പാപത്തെ പറ്റി അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും. പ്രിയപ്പെട്ടവരെ, അനുതാപമില്ലാതെ മനസ്സാന്തരമില്ല. വലിയ വിടുതലിന് വേണ്ടി അനുതപിക്കുന്ന ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് കരങ്ങൾ ഉയർത്തി അല്പനേരം സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ആരാധന ആരാധന ആരാധന. പരിശുദ്ധാത്മാവേ, നിറയണമേ നിറയണമേ നിറയണമേ. ഈശോ നിറയട്ടെ നിറയട്ടെ നിറയട്ടെ. ആരാധന ആരാധന ആരാധന.
ആത്മാവെ നിറയണമേ, നിറയണമേ, നിറയണമേ. ഈശോ നിറയണമേ, 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 നിറയണമേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവ് ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കർത്താവായ ഈശോയെ, ഈ കാലഘട്ടം കടന്നു പോകുമ്പോൾ ഒരുപാട് മക്കള് വളരെ മാരകമായ രോഗത്തിലൂടെ കടന്നു പോകുന്നു. സഹായിക്കുവാൻ ആരുമില്ലാതെ ഒറ്റപ്പെട്ട് കഴിയുന്ന രോഗികൾ, അവരുടെ കണ്ണുനീര് തമ്പുരാനെ ഇതാ അങ്ങേക്ക് കാണിക്കയായി കാഴ്ചവെക്കുകയാണ്. ഈശോയെ, എത്രമാത്രം കഷ്ടപ്പെട്ട് ഈശോ ശരീരം ഒന്നിനും വഴങ്ങാതെ വളരെ പ്രയാസത്തോടെ മരിച്ചാൽ മതി എന്ന പ്രാർത്ഥനയോടെ കഴിയുന്ന എത്രയോ രോഗികൾ, എത്രയോ മക്കൾ ആ ഭവനത്തിൻ്റെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുമ്പോൾ ആ ഭവനത്തിൻ്റെ ഉള്ളിൽ നിന്ന് ജനൽ വഴി പുറത്തേക്ക് നോക്കുമ്പോൾ ആരും ശ്രദ്ധിക്കാതെ, ആ ഭവനത്തെ ആരും ശ്രദ്ധിക്കാതെ ഒറ്റപ്പെട്ടു പോയ അവസ്ഥ. മരുഭൂമിയുടെ നടുവിൽ ആ ഭവനം എത്തി നിൽക്കുന്നത് പോലെയുള്ളൊരവസ്ഥ. അതുപോലെ എത്രയോ കുടുംബങ്ങൾ തമ്പുരാനെ, ഈശോ, എത്ര ചികിത്സിച്ചിട്ടും ഭേദമാകാതെ, എത്ര പണം ചെലവഴിച്ചിട്ടും രോഗപീഠകൾ വിട്ടുപോകാതെ എത്രയോ മക്കൾ തമ്പുരാൻ അനുദിനം വേദനയോടെ കടന്നു പോകുന്നു. ഈശോയെ, ഈശോ, ഈ നിമിഷം മക്കളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, അലർജി രോഗത്താൽ പ്രയാസപ്പെടുന്ന മക്കളുണ്ട് തമ്പുരാനെ. അതുപോലെ തന്നെ മാരകമായ ക്യാൻസർ രോഗത്താൽ പ്രയാസപ്പെടുന്ന മക്കളുണ്ട്. ഈശോയെ, ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, ഇതാ നിന്നിലേക്ക് വിശ്വാസം അകന്നു പോയ മക്കളെ കുടുംബങ്ങളെ ഈ നിമിഷം ചേർത്ത് വയ്ക്കുന്നു. ഈശോയെ, ഈശോ, വിവാഹപ്രായമായിട്ടും തമ്പുരാനെ അവർക്ക് അനുയോജ്യമായ വധുവരന്മാരെ ലഭിക്കാതെ വളരെ പ്രയാസത്തോടെ നിരാശയിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ട്. ഈശോയെ, രാത്രി സമയങ്ങളിൽ തമ്പുരാനെ ഉറങ്ങുവാൻ പോലും കഴിയാതെ ആത്മഹത്യ ചിന്തയിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ട്. ഈശോയെ, തമ്പുരാനെ ഈ നിമിഷം ഇതാ തമ്പുരാനെ നിന്റെ തിരുഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുകയാണ്. ഇതുപോലെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെയും അവരുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന പ്രാർത്ഥനകൾ തമ്പുരാനെ നിന്റെ സ്നേഹവലയത്താൽ അത് ഏറ്റെടുത്തുകൊണ്ട് തമ്പുരാനെ ആ മക്കൾക്ക് അവർ ആഗ്രഹിക്കുന്ന വിധം തമ്പുരാനെ ഒന്ന് സ്പർശിക്കണമേ. കർത്താവേ, രക്തസ്രാവത്താൽ പ്രയാസപ്പെടുന്ന മക്കളുണ്ട്. അതുപോലെ തന്നെ തമ്പുരാനെ യൂറിനറി ഇൻഫെക്ഷൻ മൂലം വളരെയേറെ പ്രയാസപ്പെടുന്ന മക്കളുണ്ട്. അസ്ഥികൾ നുറുങ്ങിപ്പോകുന്ന അവസ്ഥയിലൂടെ, പൊടിഞ്ഞു പോകുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന രോഗികളുണ്ട്. ഈശോയെ, ശരീരമാസകൾ തമ്പുരാനെ ആക്സിഡൻറ്റിൽപ്പെട്ട് കമ്പികൾ തുളച്ചു കയറ്റി വേദനയോടെ കടന്നു പോകുന്ന മക്കളുണ്ട്. ഈശോയെ, ഈശോ, ഈ നിമിഷം മക്കളെല്ലാം സമർപ്പിക്കുന്ന തമ്പുരാനെ. ഈശോ, ഈ നിമിഷം നിന്റെ അസൗഖ്യകരത്താൽ അവരെ ഒന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പ്രാർത്ഥിക്കുവാനൊന്നും അറിയാതെ കണ്ണുനീര് മാത്രം പ്രാർത്ഥനയായി കഴിയുന്ന മക്കളുണ്ട്. ഈശോയെ, ഈശോ, ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈശോ, ആ മക്കളെ നിലവിളി കേൾക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കണ്ണുനീർത്താഴുവരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവനിൻ കാര്യം നടത്തിത്തരും. നിന്മനമിളകാതെ നിൻ
വൈദികരെ സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ രോഗികളായി കഴിയുന്ന, കിടപ്പ് രോഗികളായി കഴിയുന്ന സമർപ്പിതരെ സമർപ്പിക്കുന്നു. ഈശോയെ, അതുപോലെ തന്നെ വാർദ്ധക്യത്തിൽ തമ്പുരാനെ സഹായിക്കുവാൻ ആരുമില്ലാതെ ഈശോ മറ്റുള്ളവരെ സഹായം ആഗ്രഹിക്കുന്ന നിമിഷത്തിലൂടെ കടന്നു പോകുന്ന ഈശോ, വാർദ്ധക്യം മൂലം വളരെയേറെ പ്രയാസപ്പെടുന്ന രോഗികൾ, മാതാപിതാക്കന്മാരെ സമർപ്പിക്കുന്നു. ഈശോ, ഒറ്റപ്പെട്ട് കഴിയുന്ന മക്കൾ, രോഗികളായി കഴിയുന്ന മക്കളെ സമർപ്പിക്കുന്നു. ഈശോ, അതുപോലെ തന്നെ കുഞ്ഞുമക്കൾ, ഈശോ വളരെയേറെ പ്രയാസപ്പെടുന്ന മക്കൾ എന്നിലേക്ക് ചേർത്ത് വയ്ക്കുന്ന ഈശോയെ, ഈ പരീക്ഷാകാലം കടന്നു പോകുമ്പോൾ തമ്പുരാനെ അതിൽ തോറ്റുപോയ മക്കളുണ്ടെങ്കിൽ പ്രത്യേകമായി സമർപ്പിക്കുന്നു. വീണ്ടും കർത്താവേ, നിന്നെ മുറുകെ പിടിച്ചുകൊണ്ട് വിജയത്തിലേക്ക്, അവലെ ലക്ഷ്യത്തിലേക്ക് മക്കളെ കരം പിടിച്ചുകൊണ്ട് ഈശോ അവിടെ നിന്ന് നടത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നിടുമ്പോ കരം പിടിച്ചുയർത്താൻ നീ വരേണമേ. ഈശോ, അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ഈ തമ്പുരാനെ ഈ നിമിഷം വരെയും പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥനകളും, ഞങ്ങളായിരിക്കുന്ന മക്കളുടെ ഹൃദയത്തിൽ കടന്നു പോകുന്ന പ്രാർത്ഥനകളും ഏറ്റെടുത്തതിനെ നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധന